എനിക്ക് ടെൻഷനായിട്ട് വയ്യ. അയ്യോ, എന്ത് പറ്റി? എൻ്റെ അമ്മാവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. ചെയ്തില്ലെങ്കിൽ അമ്മാവൻ ദേഷ്യപ്പെടും. അതങ്ങ് ചെയ്താൽ പോരെ? മതി. പക്ഷേ ടെൻഷൻ കാരണം ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ശാന്തമായി നേരിടണം. ഞാൻ സഹായിക്കും. സൂത്രൻ കടിയൻ്റെ ഇടി പോലും ശാന്തമായി നേരിടുന്ന ആളാണ്. ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് 2ഉം 3ഉം ഘട്ടങ്ങളായി തിരിക്കണം. എന്നിട്ട് ഓരോ ഘട്ടങ്ങളായി ചെയ്ത് തീർക്കാം. വേഗം 2-3 കട്ട കൊണ്ടുവരൂ. കട്ടയല്ലടോ, ഘട്ടം. 3 ഘട്ടമായി തിരിക്കാമല്ലേ? അതെ, വളരെ നല്ല തീരുമാനം. ആദ്യത്തെ ഘട്ടത്തെപ്പറ്റി മാത്രം ഓർത്തു വയ്ക്കുക. ആദ്യം ഒരു പാത്രം കുഴിച്ചിടണം. ഞാൻ പോയി കൊണ്ടുവരാം. ഘട്ടം 1, ഈ പാത്രം ആഴത്തിൽ കുഴിച്ചിടണം. ഓക്കെ, ശരി, കുഴി ഉണ്ടാക്കൂ. 3 ഘട്ടമായി കുഴിക്കണോ? 1-ാം ഘട്ട കുഴി റെഡി. കുഴിച്ചിട്ടു. ഇനി 2-ാം ഘട്ടം പറയാം. ഇപ്പോൾ ഒരാളെ ഈ അടപ്പ് കുഴിച്ചിടണം. ഇതാ പാത്രത്തിൻ്റെ അടപ്പല്ലേ? അതെ, ആ പാത്രം അടച്ചു വയ്ക്കുന്ന തരത്തിൽ ഇത് കുഴിച്ചിടണം. എന്നാൽ പിന്നെ ഇത് നേരത്തെ പറയേണ്ട സമയം എത്ര പോയി? അല്ല, ആദ്യത്തെ ഘട്ടം മാത്രം ഓർമ്മിക്കാൻ പറഞ്ഞപ്പോൾ ഇനി പാത്രമല്ല ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇപ്പോൾ പറയണം. ഇനി പാത്രമൊന്നുമില്ല. റെഡി. ഇനി 3-ാം ഘട്ടം കൊണ്ടുവരാം. ഇനി ഈ ഇറച്ചി കഷ്ണം ആ പാത്രത്തിൽ വെച്ച് അടയ്ക്കണം. അതും കൂടി ആയാൽ പൂർത്തിയായി. എടാ, പറഞ്ഞതെല്ലാം ചെയ്തോ? ശരി, നിന്നെക്കാളും മണ്ടന്മാരും ഈ കാട്ടിലുണ്ടടാ.